ചെമ്പനീർ പൂവിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ദേവുവിൻ്റെ കാമുകനെ കണ്ട് ഞെട്ടുന്ന സച്ചിയെയും രേവതിയെയും കുറിച്ചാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ മറക്കരുത്. അപ്പോൾ നമ്മുടെ ദേവു ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഏത് നേരവും ഫോണിൽ തന്നെയാണല്ലോ, ഫോണിൽ മെസ്സേജിങ്ങും ഫോൺ നോക്കിയുള്ള ചിരിയും എല്ലാം ആണ്. പക്ഷേ ദേവുവിൻ്റെ കാമുകൻ ആരാണെന്ന് കാണിച്ചു തന്നിട്ടില്ല. പക്ഷേ ദേവുവിൻ്റെ സ്വഭാവത്തിൽ ഈ മാറ്റങ്ങളൊക്കെ നമ്മുടെ ലക്ഷ്മി, അതായത് ദേവുവിൻ്റെ അമ്മ ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം ദേവു ഏത് നേരവും ഫോണിൽ തന്നെയാണ്. ഫുഡ് കഴിക്കുമ്പോഴും ഫ്രീ ആയിട്ടിരിക്കുമ്പോഴും ഏത് നേരം ഈ ഫോണിൽ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ അമ്മ ശ്രദ്ധിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഫോണിൽ മണിക്കൂറുകളോളം സംസാരിക്കുന്നതും അമ്മ ശ്രദ്ധിക്കുന്നുണ്ട്. ചോദിക്കുമ്പോൾ കൂട്ടുകാരിയാണെന്നൊക്കെ പറഞ്ഞ് ദേവു ഒഴിഞ്ഞു മാറുവാണ്. പക്ഷേ ദേവുവിൻ്റെ മാറ്റത്തിൽ ലക്ഷ്മിക്ക് നല്ല സംശയമുണ്ട്. ലക്ഷ്മി ഈ സംശയം നമ്മുടെ രേവതിയോടൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ രേവതി പറയും, അമ്മേ അവൾ ഏതെങ്കിലും കൂട്ടുകാരിയെ വിളിച്ചതായിരിക്കും, അമ്മ എന്തിനാ അവളെ എങ്ങനെ സംശയിക്കുന്നത്? നമ്മുടെ ദേവുവെ പറ്റി നമുക്കറിയാലോ, അവൾ ഒരിക്കലും അങ്ങനെയൊന്നും പോവില്ല. നമ്മൾ നോക്കുന്ന ചെക്കനെ അവൾ കെട്ടത്തുള്ളൂ, അല്ലാതെ അമ്മ പറയുന്നത് പോലെ സ്നേഹിച്ച് കല്യാണം കഴിക്കുന്ന ഒരു ടൈപ്പൊന്നും അല്ല ദേവു എന്നൊക്കെ പറഞ്ഞ് രേവതി സമാധാനിപ്പിക്കുന്നുണ്ട് ലക്ഷ്മിയെ. ശരത്തും ദേവുവിനോട് ഈ കാര്യം ചോദിക്കുന്നുണ്ട്. ശരത്തിൻ്റെ സ്വഭാവം അറിയാലോ, അല്പം ദേഷ്യത്തിൽ തന്നെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ദേവു ആണെങ്കിലോ നല്ല തർക്കുത്തരം തന്നെ ശരത്തിന് കൊടുക്കുന്നുണ്ട്. നിനക്കെന്താടാ, എനിക്ക് അങ്ങനെയൊന്നും ഇല്ല, ഉണ്ടെങ്കിൽ ഞാൻ അത് നിങ്ങളെയൊക്കെ അറിയിച്ചോളാം കേട്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ശരത്തിനോട് തട്ടിക്കയറുന്നൊക്കെയുണ്ട്. ഇത് മാത്രമല്ല, നമ്മുടെ രേവതി ഇത് സച്ചിനോട് പറയുമ്പോഴേക്കും സച്ചിയും പറയുന്നുണ്ട്, ഏയ് ദേവു അങ്ങനത്തെ കുട്ടിയാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല, നല്ലവളാ, നിന്നെപ്പോലെ തന്നെയാ രേവതി. അവൾ ഒരിക്കലും വീട്ടുകാരെ ധിക്കരിച്ചോണ്ട് വീട്ടുകാരറിയാതെ ഒരു ബന്ധത്തിലോട്ട് പോകുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എന്ന് നമ്മുടെ സച്ചിയും പറയുന്നുണ്ട്. പക്ഷെ അമ്മ ഈ സംശയം പ്രകടിപ്പിച്ചപ്പോൾ തൊട്ട് രേവതിക്ക് ഉള്ളിൻ്റെ ഉള്ളിലൊരു ഭയമുണ്ട്. രേവതി അതുകൊണ്ട് തന്നെ നമ്മുടെ ദേവുവിനോട് സംസാരിക്കുന്നുണ്ട്. അപ്പോഴും ദേവു ഒഴിഞ്ഞു മാറുവാണ്. ഇല്ല ചേച്ചി, എനിക്ക് അങ്ങനെയൊന്നും ഇല്ല, അമ്മക്കതൊക്കെ വെറുതെ തോന്നുന്നതാന്നൊക്കെ ദേവു പറയുന്നുണ്ട്. അപ്പോൾ ലക്ഷ്മി ഇതൊന്നും വിട്ടുകളയുന്നില്ലേ. ലക്ഷ്മി വീണ്ടും വീണ്ടും ദേവുവിൻ്റെ മാറ്റം ശ്രദ്ധിക്കുമ്പോഴേക്കും രേവതിയോട് പറയുന്നുണ്ട്, എത്രയും വേഗം നമുക്ക് ദേവുവിന് പറ്റിയൊരു ചെക്കനെ നോക്കണം എന്നൊക്കെ പറയുവാണ്. നമ്മുടെ രേവതി അത് സച്ചിനോടും പറയുന്നുണ്ട്. അപ്പോൾ സച്ചി പറയും, അമ്മേ ഇത്ര ധൃതി പിടിച്ചൊന്നും അവളെ കെട്ടിക്കണ്ട, അവളിപ്പോൾ ജോലിയിൽ കയറിയതല്ലേ ഉള്ളൂ, അവൾ കുറച്ച് നാൾ ജോലിയൊക്കെ ചെയ്ത് കുറച്ച് സമ്പാദിക്കട്ടെ അമ്മേ, അവൾ സ്വന്തം കാലിൽ നിൽക്കട്ടെ, ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് ആദ്യം വേണ്ടത് അതാണെന്നൊക്കെ സച്ചി പറയുമ്പോഴേക്കും ലക്ഷ്മിക്കും അത് ശരിയായിട്ട് തോന്നുവാണ്. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോവാണ്. നമ്മുടെ ദേവുവിൻ്റെ ഫോൺ വിളിയും മെസ്സേജിങ്ങും ഇങ്ങനെ കൂടിക്കൂടി വരുവാണ്. ഫോണിൽ നോക്കി സമയം ചെലവഴിക്കുന്നതും കൂടിക്കൂടി വരുവാണ്. അങ്ങനെ ഒരു ദിവസം ദേവു തൻ്റെ കാമുകനെ കാണാനായിട്ട്, അതായത് അവരൊരു സ്ഥലം ഫിക്സ് ചെയ്തിട്ടുണ്ടാവുകയെ ഇവിടെ വെച്ച് കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് ദേവു അങ്ങനെ ഈ കാമുകനെ കാണാൻ വേണ്ടി ബീച്ചിൽ പോയിരിക്കുന്ന ടൈമിൽ ദേവുവിനെ അറിയാവുന്ന ഒരാൾ കാണുവാണ് കേട്ടോ. ദേവുവിൻ്റെ കൂടെ ഒരു ചെക്കനെ കണ്ടെന്ന് അയാൾ വന്ന് നമ്മുടെ വീട്ടിൽ ലക്ഷ്മിയോട് പറയുന്നുണ്ട്. ലക്ഷ്മിക്ക് അത് ഭയങ്കര ഷോക്കാവാണ്. കാരണം ഇവിടെ നിന്ന് ജോലിക്കെന്ന് പറഞ്ഞു പോയ തൻ്റെ മകളെ ബീച്ചിൽ വെച്ച് അത് ഒരു പയ്യൻ്റെ കൂടെ കണ്ടെന്ന് പറയുമ്പോഴേക്കും ലക്ഷ്മി തകർന്നു പോവാണ്. ഒരുപാട് നേരം ഭർത്താവിൻ്റെ ഫോട്ടോ നോക്കി പൊട്ടിക്കരയുന്നുണ്ട്. നമ്മുടെ മോൾ എന്താ എനിക്ക് സത്യം ഇട്ട് തന്നത്, അവൾക്ക് അങ്ങനെ ഒരു ബന്ധമൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് അവൾ തന്നെ ഇങ്ങനെ ചെയ്തല്ലോ എന്നൊക്കെ പറഞ്ഞ് ലക്ഷ്മി കരയുന്നുണ്ടേ. അങ്ങനെ ദേവു ബീച്ചിൽ ഇയാളുടെ അപ്പം കറങ്ങി ചെലവഴിച്ച് കഴിയുമ്പോഴേക്കും വൈകിട്ട് ഒന്നും അറിയാത്ത പോലെ തന്നെ നമ്മുടെ വീട്ടിലോട്ട് കയറി വരുവാണ്. വീട്ടിലോട്ട് കയറി വരുമ്പോഴേക്കും നമ്മുടെ ലക്ഷ്മി അവിടെ കലിതുള്ളി നിൽക്കുവാണ് കേട്ടോ. ലക്ഷ്മി ചോദിക്കുന്നുണ്ട്, നിക്കടി. അപ്പോൾ ദേവു ഒന്ന് പതറിപ്പോകുന്നുണ്ടേ. എന്താ അമ്മയെന്ന് ചോദിക്കുമ്പോഴേക്കും ലക്ഷ്മി ചോദിക്കുന്നുണ്ട്, നീ എവിടെയായിരുന്നടി ഇത്ര നേരം എന്ന് ചോദിക്കുമ്പോഴേക്കും ദേവു പറയും, അമ്മയെ അമ്മക്കറിയില്ലേ ഞാൻ എവിടെയായിരുന്നെന്ന്, ഞാൻ ജോലിക്ക് പോയത്. അപ്പോൾ ലക്ഷ്മിയുടെ സ്വഭാവമൊക്കെ അങ്ങോട്ട് മാറുവാണ്. ജോലിക്ക് തന്നെയാണോടി നീ പോയത്, നീ എവിടെയായിരുന്നടി ഇത്ര നേരം എന്ന് പറയുമ്പോൾ ദേവു ഒന്നും മിണ്ടാതെ ഇങ്ങനെ അമ്മയുടെ ഭാവം കണ്ട് ഇങ്ങനെ പേടിച്ച് നിൽക്കുവാണ് കേട്ടോ. അപ്പോൾ ലക്ഷ്മി പറയും, ദേവു നീ എന്നു മുതലാണ് എന്നോട് കള്ളം പറയാൻ പഠിച്ചത്, നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോടി എന്നൊക്കെ പറഞ്ഞ് ലക്ഷ്മി വീണ്ടും കരയുവാണ് ദേവുവിൻ്റെ മുമ്പിൽ. അപ്പോൾ ദേവുക്ക് കാര്യമൊന്നും മനസ്സിലായിട്ടില്ല. ദേവു ചോദിക്കുന്നുണ്ട്, എന്താ അമ്മേ, എന്തു പറ്റി, എന്തിനാ ഇങ്ങനെ കരയുന്നേ, എന്തിനാ എന്നോട് ഇങ്ങനെ ചൂടാവുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും ലക്ഷ്മി പറയുന്നുണ്ട്, ദേവു നീ എന്നോട് കള്ളം പറയരുത്, ആരായിരുന്നടി നിൻ്റെ കൂടെ ബീച്ചിലെന്ന് ചോദിക്കുമ്പോഴേക്കും ദേവു ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കുവാണ്. പറയടി ആരായിരുന്നടി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ തല്ലുന്നുണ്ട് ദേവുവിനെ. അപ്പോൾ ദേവു ഒന്നും മിണ്ടാതെ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുവാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, അമ്മേ അതെൻ്റെ ഒരു ഫ്രണ്ടാ, ഒരുപാട് നാളുകൾക്ക് ശേഷം കണ്ടപ്പോഴേക്കും ഞങ്ങൾ അങ്ങനെ ഒന്ന് ബീച്ചിൽ പോയിരുന്നു, അത്രേ ഉള്ളൂ എന്ന് പറയുമ്പോഴേക്കും ലക്ഷ്മിക്ക് അതൊന്നും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. ലക്ഷ്മി ഒരുപാട് തല്ലുന്നുണ്ട്. ദേവു നീ വെറുതെ ഇല്ലാത്ത നുണകൾ ഇനി വീണ്ടും വീണ്ടും പറയരുത്, നിന്നെയും ഒരു ചെക്കനെയും കൂടി ബീച്ചിൽ വെച്ച് കണ്ടെന്ന് അറിയാവുന്ന ഒരാൾ എന്നോട് വന്ന് പറഞ്ഞായിരുന്നു, നിങ്ങളുടെ പെരുമാറ്റം സാധാരണ ഒരു സുഹൃത്തുക്കളെ പോലെ അല്ലെന്നും അയാൾ പറഞ്ഞു എന്നൊക്കെ പറയുമ്പോഴേക്കും ദേവു ഒന്നും മിണ്ടുന്നില്ല കേട്ടോ.
ലക്ഷ്മി കുറേ ഇട്ട് ദേവുവിനെ തല്ലുന്നുണ്ട്. അവസാനം ദേവു മുറിയിൽ പോയിരുന്ന് കുറേ നേരം കരയുവാണ്. ലക്ഷ്മി ഈ വിവരമൊക്കെ വിളിച്ച് നമ്മുടെ രേവതിയോട് പറയുന്നുണ്ട്. രേവതിക്ക് അത് ഭയങ്കര ഷോക്കാവാണ്. രേവതി അതേപോലെ തന്നെ സച്ചിയോടും പറയുന്നുണ്ട്. അപ്പോൾ സച്ചി പറയും, നമ്മുടെ ദേവുവോ അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുവോ? വാ രേവതി, നമുക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് സച്ചി രേവതിയും കൂട്ടി നേരെ രേവതിയുടെ വീട്ടിലോട്ട് പോവാണ്. അവിടെയാണെങ്കിലോ നമ്മുടെ ലക്ഷ്മിയും ദേവുവും ഇങ്ങനെ കരച്ചിലോട് കരച്ചിലാണ്. ശരത്ത് ആ ടൈമിൽ വീട്ടിലില്ല കേട്ടോ. രേവതിയെ കാണുന്നതും ലക്ഷ്മി ഓടിപ്പോയി കെട്ടിപ്പിടിച്ച് കരയുന്നൊക്കെയുണ്ട്. മോളെ രേവതി, ആ ദേവു നമ്മളെ ചതിക്കുകയായിരുന്നടി. എന്നെ തൊട്ട് സത്യമൊക്കെ ഇട്ടതൊക്കെ വെറുതെ ആയിരുന്നു. അവൾക്ക് ഒരാളെ ഇഷ്ടമാണ് മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് ലക്ഷ്മി ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കരയുവാണ് രേവതിയെ. അപ്പോൾ സച്ചി സമാധാനിപ്പിക്കുന്നുണ്ട്. അമ്മേ, അമ്മ ഇങ്ങനെ കരയാതെ. ഈ പ്രായത്തിൽ എല്ലാ പെൺകുട്ടികൾക്കും അങ്ങനെയൊക്കെ തോന്നും. അതിനിങ്ങനെ വിഷമിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ ദേവുവിന് അങ്ങനെ ഒരു താല്പര്യം തോന്നിയിട്ടുണ്ടെങ്കിൽ തോന്നട്ടെ അമ്മേ, നമുക്ക് അയാളെ പറ്റി അന്വേഷിക്കാം. അതിന് അമ്മ എന്തിനാ ഇങ്ങനെ കരയുന്നതെന്ന് പറയുമ്പോഴേക്കും അമ്മ പറയുന്നുണ്ട്, അല്ല സച്ചി, ഞാൻ ഓർത്തത് അവൾ ഇങ്ങനത്തെ വഴിയിലൊന്നും പോവില്ലെന്നാ. ഞാനും ഈ രേവതിയും കൂടി കണ്ടുപിടിക്കുന്ന ചെക്കനെ അവളെ കെട്ടുള്ളൂ എന്ന് ഞങ്ങൾ ഓർത്തു. പക്ഷെ അവൾ ഇങ്ങനെ ഞങ്ങളെ നിന്നും മറച്ചു വെച്ച ഒരു ചെക്കനുമായിട്ട് ഇങ്ങനെ കറങ്ങുമെന്നൊന്നും ഞാൻ ഓർത്തില്ല. എൻ്റെ മോള് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല സച്ചി എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും, അമ്മ ഇതിത്ര സീരിയസ് ആയിട്ടൊന്നും എടുക്കേണ്ട കാര്യമില്ല, ഇങ്ങനെ വിഷമിക്കേണ്ട കാര്യമില്ല. നമുക്ക് ദേവുവിനോട് സംസാരിക്കാം. ആളാരാ എന്താണെന്നൊക്കെ നമുക്ക് അന്വേഷിക്കാം. നല്ല പയ്യനാണെങ്കിൽ നമുക്ക് നോക്കാം അമ്മ എന്നൊക്കെ പറയുമ്പോഴേക്കും ലക്ഷ്മി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് തന്നെ നിൽക്കുവാണ്. അങ്ങനെ സച്ചിൻ രേവതിയും കൂടി ദേവുവിൻ്റെ മുറിയിലോട്ട് പോകുന്നുണ്ട്. കൂടെ ലക്ഷ്മിയും പോവാണ് കേട്ടോ. എന്നിട്ട് ദേവു ആണെങ്കിൽ അവിടെ കരച്ചിലോട് കരച്ചിൽ, ഭക്ഷണമൊന്നും കഴിക്കാതെ ഇങ്ങനെ കട്ടിലിൽ കിടന്ന് കരയുവാണ്. അപ്പോൾ രേവതി ചോദിക്കും, മോളെ ദേവു. അപ്പോൾ ദേവു ഇങ്ങനെ പയ്യെ എഴുന്നേൽക്കുന്നുണ്ട്. ചേച്ചി എന്ന് പറഞ്ഞിട്ട് രേവതിയെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. അപ്പോൾ രേവതി പറയും, എന്താ മോളെ ഇതൊക്കെ, നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് ചോദിക്കുമ്പോഴേക്കും ദേവു ഒന്നും മിണ്ടുന്നില്ല. മോൾക്ക് അങ്ങനെ ഒരാളെ ഇഷ്ടമുണ്ടെങ്കിൽ നമ്മളോട് വന്ന് പറഞ്ഞൂടെ, അല്ലാതെ ഇങ്ങനെ കറങ്ങാൻ പോകുന്നതൊക്കെ തെറ്റാ. കല്യാണം ഉറപ്പിച്ചതിന് ശേഷം നിങ്ങൾ പൊയ്ക്കോ, പക്ഷേ ഇങ്ങനെയൊന്നും ചെയ്യരുതായിരുന്നു മോളെ. നിനക്ക് അങ്ങനെ ആരെങ്കിലും ഇഷ്ടമാണോ, അത് നിന്റെ സുഹൃത്തിനെയാണോ ബീച്ചിൽ വെച്ച് കണ്ടതെന്നൊക്കെ രേവതി ചോദിക്കുമ്പോഴേക്കും ദേവു ഒന്നും മിണ്ടുന്നില്ലേ. അപ്പോൾ ലക്ഷ്മി വന്ന് പറയുന്നുണ്ട്, സുഹൃത്തൊന്നുമല്ല മോളെ, ഇവർ തമ്മിലുള്ള ഇരിപ്പും ഭാവവും ഒക്കെ കണ്ടിട്ട് സുഹൃത്തിനെ പോലെ അല്ല തോന്നിയതെന്ന് ആ കണ്ട ആൾ പറഞ്ഞതെന്നൊക്കെ പറയുമ്പോഴേക്കും രേവതി ചോദിക്കുന്നുണ്ട്, ആണോ ദേവു, ദേവുവിന് അങ്ങനെ ഒരാളെ ഇഷ്ടമാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും ദേവു പിന്നെ ഒന്നും മറച്ചു വെക്കുന്നില്ലേ. അത് പിന്നെ ചേച്ചി, എനിക്കൊരാളെ ഇഷ്ടമാണെന്നുള്ള സത്യം ദേവു തുറന്നു പറയുവാണ്. അപ്പോൾ സച്ചി പറയും, അതിന് നീ എന്തിനാ മോളെ ഇങ്ങനെ കരയുന്നേ? ഇഷ്ടം തോന്നുന്നതൊന്നും തെറ്റല്ലല്ലോ. അതൊക്കെ ഇപ്പോൾ എല്ലാ പെൺകുട്ടികളുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നതല്ലേ. നീ ഇങ്ങനെ വിഷമിക്കണ്ട. അയാൾ എങ്ങനെയാ, ആളെങ്ങനെയാന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ദേവു ആളെ പറ്റിയൊക്കെ പറയുന്നുണ്ടേ. നല്ല ആളാ സച്ചിയേട്ടാ, എന്നെ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറയുമ്പോഴേക്കും രേവതി പറയും, എവിടെയുള്ള ആളാന്ന് ചോദിക്കുമ്പോഴേക്കും ദേവു വേറൊരു സ്ഥലത്തിൻ്റെ പേരാണേ പറയുന്നത്. സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ടതാണെന്ന് ദേവു പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെടുന്ന എല്ലാവരെയും വിശ്വസിക്കാനൊന്നും കൊള്ളില്ല കേട്ടോ, ചിലവർ പറ്റിക്കുന്ന ഫ്രോഡുകളും ഉണ്ടെന്ന് പറയുമ്പോഴേക്കും ദേവു പറയും, ഇതങ്ങനെയല്ല ചേച്ചി, എന്നെ ഭയങ്കര ഇഷ്ടമാണ്, എന്നെ കാണാനൊക്കെ ഇടയ്ക്ക് വരാറുണ്ട്, നല്ല സ്വഭാവമാണെന്നൊക്കെ ദേവു പറയുവാണ്. അപ്പോൾ സച്ചി പറയും, അമ്മേ, ദേവുവിന് ഇത്രയ്ക്കും അയാളോട് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാമേ, നല്ല പയ്യനായിരിക്കും, നമുക്ക് അയാളുടെ വീടും ചുറ്റുപാടും ഒക്കെ അന്വേഷിക്കാം, നല്ല പയ്യനാണെങ്കിൽ നമുക്ക് ഈ ബന്ധം ഉറപ്പിക്കാം അമ്മേ എന്നൊക്കെ പറയുമ്പോഴേക്കും ലക്ഷ്മി പറയുന്നുണ്ട്, എന്നാലും മോനെ, ആരാ ഏതാന്നൊക്കെ അറിയാതെ എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയും, അതല്ലേ അന്വേഷിക്കാമെന്ന് പറഞ്ഞത്, അമ്മ ഇങ്ങനെ ടെൻഷൻ അടിക്കണ്ട. മോളെ ദേവു, നിനക്ക് അത്രക്ക് അയാളെ ഇഷ്ടമാണെങ്കിൽ, അയാൾക്കും നിന്നോട് തിരിച്ചങ്ങനെയാണ്, ടൈം പാസ് അല്ല എങ്കിൽ നമുക്ക് ആ ബന്ധം അങ്ങോട്ട് ഉറപ്പിക്കാം മോളെ. നീ അയാളുടെ ഫോട്ടോ വല്ലതും ഉണ്ടോ, അയാളുടെ വീട് എവിടെയാണെന്നൊക്കെ സച്ചി ചോദിക്കുമ്പോഴേക്കും ദേവു പറയുന്നുണ്ട്, ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട് സച്ചിയേട്ടാ. ആളുടെ പേരും സ്ഥലവും അഡ്രസ്സും എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പറഞ്ഞു കൊടുത്തതിന് ശേഷം ദേവു തൻ്റെ കയ്യിൽ മൊബൈലിലുള്ള ഫോട്ടോ സച്ചിക്ക് നേരെ കാണിക്കുവാണ്. ഫോട്ടോ കാണുന്നത് നമ്മുടെ സച്ചിൻ രേവതിയും അങ്ങോട്ട് ഷോക്കാവുകയാണേ. സച്ചി ചോദിക്കുന്നുണ്ട്, ദേവു ഇയാളോ? അപ്പോൾ ദേവു പറയും, അതേ സച്ചിയേട്ടാ, സച്ചിയേട്ടൻ ഇയാളെ അറിയാവോ എന്ന് ചോദിക്കുവാണ്. അപ്പോൾ സച്ചി പറയും, രേവതി, നിനക്കിവനെ മനസ്സിലായില്ലേ? അപ്പോൾ രേവതി പറയും, ആ സച്ചിയേട്ടാ, ഇതവനല്ലേ? അപ്പോൾ ദേവു പറയും, രേവതി ചേച്ചിക്ക് അറിയാവോ ഇവനെന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, എനിക്കറിയാം മോളെ, ഇവനെയാണോ നീ സ്നേഹിക്കുന്നത്? ഈ ബന്ധം നീ ഇന്നത്തോടെ ഉപേക്ഷിക്കണം എന്നൊക്കെ പറയുമ്പോഴേക്കും ദേവുക്ക് ഭയങ്കര ഷോക്കാവാണ് കേട്ടോ. എന്താ ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ദേവു ഇവനൊരു ഫ്രോഡാ, ഇവനെ ഞങ്ങൾക്കറിയാം. ഞാനും രേവതിയും കൂടി ടൂറ് പോയായിരുന്നില്ലേ മൂന്നാറിൽ, അന്നേരം ഇവൻ അവിടെ ഉണ്ടായിരുന്നു. പെണ്ണുങ്ങളുടെ പുറകെ നടന്ന് ശല്യം ചെയ്യുന്ന ഒരു വൃത്തികെട്ടവനാണ് ഇവൻ. ഞങ്ങൾ റൂം എടുത്ത ഹോട്ടലിലും ഇവൻ ഉണ്ടായിരുന്നു. അവിടെയും വന്ന് ഇവൻ ഭയങ്കര അലമ്പായിരുന്നു. രേവതിയോട് വളരെ മോശമായിട്ടാണ് ഇവൻ പെരുമാറിയത്. ഇവൻ മഹാവൃത്തികെട്ടവനാണെന്നൊക്കെ സച്ചി പറയുമ്പോഴേക്കും രേവതി അതൊന്നും വിശ്വസിക്കുന്നില്ല, ദേവു അതൊന്നും വിശ്വസിക്കുന്നില്ല. ദേവു പറയുന്നുണ്ട്,
സച്ചേട്ടാ നിങ്ങൾക്ക് ആള് മാറിപ്പോയതായിരിക്കും എന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, ഇല്ല മോളെ, ഇവൻ തന്നെയാ. 2 ദിവസം നമ്മുടെ പുറകിൽ നിന്നും ഇവൻ മാറുന്നുണ്ടായിരുന്നില്ല. ഭയങ്കര അലമ്പനാ മോളെ. മോള് വിചാരിക്കുന്നത് പോലെയൊന്നല്ല ആളുകൾ. ഇവൻ മോളെ പറ്റിക്കുന്നതാന്ന് പറയുമ്പോഴും ദേവു വിശ്വസിക്കുന്നില്ല. കാരണം ദേവു അത്രക്ക് സീരിയസ് ആണ്. അയാളെ അത്രക്കും വിശ്വസിച്ചും പോയി. ദേവു പറയുന്നുണ്ട്, നിങ്ങൾക്ക് ആള് മാറിപ്പോയതായിരിക്കും, അല്ലെങ്കിൽ ഇവൻ എങ്ങനെയൊന്നും ചെയ്യില്ല, എനിക്കറിയാം. അപ്പോൾ പറയും, ഇവൻ മാത്രമല്ല, ഇവൻ്റെ കൂട്ടത്തിൽ ഒരുപാട് പേരുണ്ട് എന്ന് പറയുമ്പോഴേക്കും ദേവു അതൊന്നും വിശ്വസിക്കുന്നില്ല. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, നിങ്ങൾ ഈ പറയുന്നതൊന്നും ഞാൻ വിശ്വസിക്കില്ല. കാരണം ഇവൻ്റെ കൂട്ടുകാർ അലമ്പന്മാരാണെന്ന് പറഞ്ഞിട്ട് ഇവൻ അലമ്പനാവുമോ എന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട്, ഇവനും അലമ്പന, ഇവൻ്റെ കൂട്ടുകാരനും അലമ്പന. ഈ ബന്ധം നടക്കില്ല മോളെ, ഇത് നമുക്ക് വേണ്ടാന്ന് പറയുമ്പോൾ ദേവ് പറയുന്നുണ്ട്, ഇല്ല സച്ചിയേട്ടാ, എൻ്റെ കഴുത്തിൽ ഒരാൾ താലി കെട്ടുന്നുണ്ടെങ്കിൽ അത് ഇയാൾ മാത്രമായിരിക്കും. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. നിങ്ങൾ സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ ഒളിച്ചോടി പോകുമെന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ദേവു നിനക്കെൻ്റെ സ്വഭാവം ശരിക്കും അറിയില്ല. ഈ സച്ചിക്ക് ജീവനുള്ളിടത്തോളം കാലം ഈ ബന്ധത്തിന് ഞാൻ സമ്മതിക്കില്ല. ഇവൻ്റെ സ്വഭാവം എന്താണെന്ന് ഞാനും രേവതിയും നേരിട്ട് കണ്ടതാ. അതുകൊണ്ട് തന്നെ ഇവനെപ്പറ്റി കൂടുതലൊന്നും അന്വേഷിക്കാനില്ല, ഞാനിതിന് സമ്മതിക്കില്ല എന്ന് പറയുമ്പോഴേക്കും ദേവുവിന് ദേഷ്യം വന്ന് ഫോണൊക്കെ അവിടെ കട്ടിൽ വലിച്ചെറിഞ്ഞ് വീണ്ടും കട്ടിലിൽ കിടന്ന് കരയുന്നുണ്ട്. ഇവരോട് ഇറങ്ങി പോവാനൊക്കെ പറഞ്ഞിട്ട് ഡോറൊക്കെ അടച്ച് കരയുവാണേ. സച്ചിക്കും രേവതിക്കും എന്ത് ചെയ്യണമെന്ന് മനസ്സിലാവാത്ത അവസ്ഥയാണ്. സച്ചി എന്തായാലും രേവതിയോട് പറയുന്നുണ്ട്, രേവതി ഇവനെ ഞാൻ എന്തായാലും നേരിട്ട് പോയി കാണുന്നുണ്ട്, അഡ്രസ്സൊക്കെ തന്നിട്ടുണ്ടല്ലോ, അവനോട് ഈ ബന്ധത്തിൽ നിന്നും പിന്മാറാൻ ഞാൻ പറയും എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി പോവാണ്. അപ്പോൾ ഇതൊക്കെയാണ് ചെമ്പനീർ പൂവിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ. കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.